മരിച്ചാൽ സ്വർഗാണോ കിട്ടുക, നരകാണോ കിട്ടുക? നമ്മളെ കാഴ്ചപ്പാടിൽ എന്റെ നന്മകളായിരിക്കോ കൂടുതൽ, തിന്മകളായിരിക്കോ കൂടുതൽ? ആലോചിക്കണം. നന്മകളായിരിക്കോ തിന്മകളായിരിക്കോ കൂടുതൽ എന്നുള്ളത്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ്, ഇങ്ങനെയുള്ള കൂട്ടായ്മയിൽ ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ നന്മയിൽ പങ്കെടുക്കാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കുറെ നന്മകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും തെറ്റുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും, തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയും. ഇല്ലേ? അതെനിക്ക് ചെയ്യാൻ പറ്റൂലല്ലോ, ഞാൻ എംഎസ്മാരനല്ലേ. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂലല്ലോ, ഞാൻ എംഎസ്മാരനല്ലേ. ആ ഡ്രസ് എനിക്ക് ഇടാൻ പറ്റൂലല്ലോ, ഞാൻ ഐജിഎംകാരിയല്ലേ. പാന്റും കുപ്പായിട്ട് സ്റ്റേജിൽ പോകുന്ന ഡാൻസ് കളിക്കാൻ എനിക്ക് പറ്റൂലല്ലോ, ഞാൻ ഐജിഎംകാരിയല്ലേ. അങ്ങനെയുള്ള നമ്മൾ ഇതിലുണ്ടാകുമ്പോ കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ടാവും. അപ്പൊ നമ്മൾ നോക്കി, നമ്മൾ നിസ്കാരത്തിൽ നിൽക്കാണ്, ഇമാം ഇങ്ങനെ ഓതുന്നുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഓതലില്ലേ, നമുക്കത് ബൈഹാർട്ട് ഉണ്ടാവില്ല, കാണാപാഠം പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഇമാമിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഓതും. അത് എന്തുകൊണ്ടാ? ഇപ്പൊ വെള്ളിയാഴ്ച സബ്ബിക്കലാവല നമ്മൾ ഒറ്റക്ക് ഓതാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് കിട്ടൂല. പക്ഷെ ഇമാം ഓതുമ്പോൾ നമ്മളിങ്ങനെ കൂടുതൽ ഓതും. എന്തുകൊണ്ടാ? നമ്മൾ സ്ഥിരമായി അത് കേൾക്കുന്നോണ്ടാണ്, നമ്മൾ അറിയാതെ കാണാപാഠം പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഒരുപാട് തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും. ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രധാരണം, പെൺകുട്ടികൾ ആവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മുഴുവൻ മറക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. ആൺകുട്ടികളാണെങ്കിൽ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കൽപ്പന. അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ല, അത് കൽപ്പനയാണ്. അങ്ങനെ എല്ലാം കുറ്റം കിട്ടുന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ ആണ് പെണ്ണിന്റെ വസ്ത്രവും പെണ്ണ് ആണിന്റെ വസ്ത്രവും ധരിക്കാൻ പാടില്ല, അങ്ങനെ ധരിച്ചാൽ കുറ്റം കിട്ടുന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിസ്കാരം എത്ര നേരം? 5 നേരം. അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് 3 നേരാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ പെൺകുട്ടികൾ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മറയ്ക്കണം എന്ന് പറഞ്ഞാൽ, ആൺകുട്ടികൾ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുമോ? ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട്, മൈ ബോഡി മൈ ചോയ്സ്. നമ്മള് മൈ ബോഡി മൈ ചോയ്സ്. എന്താ? എന്റെ ശരീരമല്ലേ, എന്റെ ഇഷ്ടത്തിനല്ലേ ഞാൻ ഡ്രസ് ഇടാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഉണ്ടോ? ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഈ കോളേജൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്റെ ശരീരം അത് എന്റെ ഇഷ്ടമല്ലേ, ശരീരം നമ്മളതാണോ? അങ്ങനെ പറയുന്ന ആൾക്കാരോട് പഠിച്ചവൻ പറയാണെന്ത്? ഹൃദയം കയ്യിൽ കൊടുത്തിട്ട്, ഇതിന്റെ ഉള്ളിലുള്ള ഹൃദയം കയ്യിൽ കൊടുത്തിട്ട് പറയാണെന്ത്? ഈ ഹൃദയത്തിന് ഒരു 10 മിനിറ്റേക്ക് ഒന്ന് നിയന്ത്രിക്കുക പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? ഈ ഹൃദയത്തിന്റെ പ്രവർത്തനം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? നമ്മളെ പരിധിയിലാണോ? അല്ലല്ലോ. മനുഷ്യൻ നിസ്സഹായനാണ്. സോപ്പിട്ട് കഴുകിയാൽ പോണ വൈറസാണെന്ത്? കോവിഡ്, നിപ്പ, കുറെ വൈറസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തേ? ലോകം മുഴുവൻ നിശ്ചലമായില്ലേ? സകലമായ എയർപോർട്ടും അടച്ചിടേണ്ടി വന്നില്ലേ? മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ കഴിവില്ലാത്തവനാണ്. ഞാൻ പറഞ്ഞ പോയിന്റ്, കുറെ തിന്മയിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ വേണ്ടി കഴിയും. സ്കൂളിൽ ടൂർ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നിസ്കരിക്കണം എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ട്. എന്തുകൊണ്ടാ? നിസ്കരിച്ചില്ലെങ്കിൽ കുറ്റം കിട്ടും. നിസ്കാരത്തിനെ കുറിച്ചാണ് നാളെ പരലോകത്ത് ആദ്യം ചോദ്യം ചെയ്യുക. ഈ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇരുന്നുകൊണ്ടാണെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഒരു ഹറാമായ വസ്ത്രം ധരിക്കാൻ, അത് ഇടാൻ പാടില്ല നമുക്കറിയാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ മാറി നിൽക്കും. ചില പരിപാടികൾക്ക് പോകാൻ പാടില്ല നമുക്കറിയാം, നമ്മൾ ചെയ്യൂല. ബർത്ത്ഡേ ആഘോഷിക്കാൻ പാടില്ല നമുക്കറിയാം, നമ്മൾ ചെയ്യൂല. എന്തുകൊണ്ടാ? ഇതൊക്കെ നമ്മൾ ഈ കൂട്ടായ്മയിൽ നിന്നും നിരന്തരമായി കേൾക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? തിന്മയിൽ നിന്നും മാറി നിൽക്കാൻ കഴിയും. അപ്പൊ ഒന്ന്, കുറെ നന്മയിൽ പങ്കാളിയാവാൻ കഴിയുന്നു. 2, കുറെ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നു. മൂന്നാമത്തെ പോയിന്റ്, കുറെ ഫ്രണ്ട്സ് ഉണ്ടാവും. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദർശപരമായിട്ടുള്ള കുറെ സൗഹൃദങ്ങൾ നമുക്കുണ്ടാകും. നാലാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, നിങ്ങൾക്ക് കുറെ കഴിവുകളില്ലേ? കുറെ കഴിവുകളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഓരോ കഴിവുകളുണ്ട്. വരയ്ക്കല് ഒരു കഴിവാണ്, എഴുതൽ കഴിവാണ്, പറയൽ കഴിവാണ്, പാടൽ കഴിവാണ്, സ്വിമ്മിങ് കഴിവാണ്, ഓർഗനൈസിങ് ഒരു പരിപാടി നടത്തല് ഒരു കഴിവാണ്, സ്വാഗതം പറയല് ഒരു കഴിവാണ്. ഇങ്ങനെ കുറെ കഴിവുകളുണ്ട്. നിങ്ങൾക്കുള്ള പലതരത്തിലുള്ള കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നു. നിങ്ങൾക്ക് പല സ്കില്ലുകൾ ഉണ്ടാവും. ആ സ്കില്ലുകൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ എന്നോട് പറയണത് ഒരു 10,000 ആളെ പരിപാടി ഉണ്ട്, ഈ അത് സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഐ ക്യാൻ. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് എനിക്ക് നൽകിയത് ആരാന്നറിയോ? എന്റെ എംഎസ്എമാണ്. ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മദ്രസയിൽ നിന്ന് ആദ്യമായിട്ട് സാഹിത്യ സമാജത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി നിന്നു. പ്രസംഗിക്കാൻ നിൽക്കുന്ന സമയത്ത് മുമ്പിൽ ആൾക്കാരൊക്കെ ഞാൻ ഉറപ്പിച്ചത് എങ്ങനെ ചൂണ്ടിയാണ് പ്രസംഗിച്ചത്. അത് 1ാമത്തെ പ്രസംഗമായിരുന്നു. നമ്മളല്ലേ
ഒരു സദസ്സിന് മുമ്പിൽ പോയിട്ട് സ്വാഗതം പറയണമെന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ ഇങ്ങനെ ബ്ലറാവും. ആരൊക്കെ മുമ്പിൽ ഇരിക്കണം കാണില്ല, മുട്ടുകാല് വരയ്ക്കും, ആകെ പേടിയിരിക്കും. ഇതെങ്ങനെ മാറുക? അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് മാറുക. അപ്പൊ ഒന്നാമത്തെ പ്രസംഗം കൊളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് എന്റെ മുമ്പിൽ ഒരു 10,000 ആൾക്കാർ ഇരുന്നാലും എനിക്ക് പേടിയില്ല. എന്റെ കണ്ണ് ബ്ലറാവില്ല, കൈ ഇങ്ങനെ വറയ്ക്കൂല, മുട്ടുകാലൊന്നും വറയ്ക്കൂല. എനിക്ക് ധൈര്യമുണ്ട്. ഈ ധൈര്യം എനിക്ക് എങ്ങനെ കിട്ടിയത്? MSMലൊക്കെ പ്രവർത്തിച്ച് കുറെ അങ്ങനെ ക്ലാസ് ഒക്കെ എടുത്ത് കുറെ സ്വാഗതം പറഞ്ഞ് കുറെ നന്ദി പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത് എനിക്ക് ആ ധൈര്യം, സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് വന്നത്. പാടാൻ എനിക്ക് കഴിവില്ല, എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട്. ഞാൻ ആ കഴിവിനെ ഞാൻ എന്ത് ചെയ്തു? വളർത്തിയെടുത്തു. നിങ്ങൾക്കൊക്കെ സംസാരിക്കാൻ കഴിവുള്ളവരുണ്ടാവും, എഴുതാൻ, വരയ്ക്കാൻ, പാടാൻ, ഇങ്ങനെ വ്യത്യസ്തമായ കഴിവുകൾ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോ ആൾക്കാർക്കും ഓരോ കഴിവുണ്ടാവും. ആ കഴിവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ നിങ്ങൾ മെച്ചപ്പെടുത്തണം. ചിലർക്ക് ഭയങ്കര ബുദ്ധിശക്തിയായിരിക്കും, ക്രിയേറ്റീവ് ആയിട്ട് പല വെറൈറ്റികൾ ചിന്തിക്കാൻ കഴിവുണ്ടാവും. നിങ്ങൾ അങ്ങനെ ചിന്തിക്കണം. ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും. ആ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ സ്കൂളിൽ പറയാണ്, ഇപ്പൊ നിങ്ങളൊക്കെ സ്കൂൾ ഇപ്പൊ MSMലൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചാലുള്ള മെച്ചം, സ്കൂളിൽ ഒരു ക്ലബ് ഉണ്ട്, ആ ക്ലബിന്റെ സെക്രട്ടറി ആവാൻ പറഞ്ഞു. നിങ്ങൾക്ക് പേടിയില്ലാതെ സെക്രട്ടറി ആവാം. ക്ലാസ്സിൽ മീറ്റിംഗ് എടുക്കണം, എന്നാ വരെ ഈ ഒന്ന് സ്വാഗതം പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്വാഗതം പറയാൻ പറ്റും. എങ്ങനെ ഇപ്പോൾ സ്വാഗതം പറയാം, എങ്ങനെ നന്ദി പറയാം? ഇതൊക്കെ എവിടുന്ന് പഠിക്കും? MSM പഠിക്കും, IGM പഠിക്കും. ഒരു പരിപാടിക്ക് സ്വാഗതം പറയാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ പോകും, ഇങ്ങനെ എല്ലാവരെയും അഭിസംബോധന ചെയ്യും, ഓരോരുത്തരും സ്വാഗതം പറയും. നന്ദി പറയാൻ പറഞ്ഞ സർ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ പറയാൻ പറ്റുന്നത് എന്ത് ചെയ്യണം? അത് എങ്ങനെയാണ് പറയാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റണം, അത് കിട്ടണം. അത് എവിടെ കിട്ടും? MSM. അപ്പൊ അങ്ങനെ കുറെ മെച്ചങ്ങളുണ്ട്. നമുക്കുള്ള കഴിവുകളെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ അവസാനത്തെ പോയിന്റ്. ഞാൻ എന്തിനാ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാലേ, മരിക്കുന്ന ഉറപ്പല്ലേ? റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേരെന്താ പറയുക? ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നമ്മൾ മരിച്ചാൽ ആരാൾക്കറിയാം? ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നമ്മൾ മരിച്ചാൽ ആര് കരയും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പല ആളുകളുടെ മരണത്തിനെ കുറിച്ചും ആലോചിക്കാറുണ്ട്, കരയാറുണ്ട്, അല്ലെ? ഏറ്റവും അവസാനമായിട്ട് നമ്മളിൽ നിന്ന് മരിച്ചിട്ടുള്ളത് 2 ആഴ്ചകൾക്ക് മുന്നെയാണ്. ഉത്സാഹ മാഷും കുടുംബവും ആ യാത്രയിലും അപകടവും സംഭവിച്ചതിന് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത എത്ര പേരുണ്ട് അവിടെ? ഒരാൾ, അല്ലെ? ഒരാളേതോ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടോ നിങ്ങള്? ഒരു അപകടം നടന്നത് അറിയോ? അതൊക്കെ അറിയോ? ഇല്ല. നിങ്ങൾ ആരും ഈ വാട്സപ്പും ഫോണൊന്നും നോക്കലൊന്നുമില്ലേ? നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ഒരാളാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. ഓട്ടെ, അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നമുക്ക് മാറ്റി നിർത്താം. ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. ഞാൻ അവസാനിപ്പിക്കണം. ശരിക്കും ശ്രദ്ധിക്കട്ടോ. ഒരു 5 മിനിറ്റ് വേറെ ഒരു ചിന്തകൾ ഉണ്ടാവാൻ പാടില്ല. ഈ ഹാളിൽ ആകെ ഉണ്ടാവാൻ പാടുള്ളത് ഈ ഫാനിന്റെ ശബ്ദവും എന്റെ ശബ്ദവും മാത്രമായിരിക്കണം കേട്ടോ. പുറത്തുനിന്ന് ഒരാളെ ഇപ്പൊ ഈ സമയത്ത് കയറും വേണ്ട കേട്ടോ. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒന്നെന്ത് ചെയ്യാ, ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. കൈയൊക്കെ ഇങ്ങനെ ആക്കണമെങ്കിൽ ഇങ്ങനെ ആക്കുക. ഒന്നൊന്ന് റെഡി ആവാം. ഓക്കെയോ? നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കുക, കണ്ണ് പൂട്ടുക. മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസം പുറത്തേക്ക് വിടുക. ഒരു തവണ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ഒരു തവണ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക. ശരി, ഇനി പറയുന്ന കാര്യങ്ങൾ ശരിക്കും ആലോചിക്കാം. നമുക്ക് മരിക്കണം. ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും മരണം ഉണ്ട്. മരണം എന്ന കാര്യത്തിൽ ആർക്കിടയിലും ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു സംശയമോ ഒന്നുമില്ല. എല്ലാ പ്രായത്തിലും മരണം വരും. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എങ്ങനെയായിരിക്കും മരിക്കുക? ഞാൻ എന്റെ എത്രാമത്തെ വയസ്സിലായിരിക്കും മരിക്കുക? 15 മരിക്കോ? അതല്ല സെഞ്ചുറി അടിക്ക് 90 കൊല്ലം 100 കൊല്ലം ഞാൻ ജീവിക്കോ? 50 അടിച്ച് 50 കൊല്ലാവോ ജീവിക്കുക? എത്ര കൊല്ലായിരിക്കും നമ്മൾ ജീവിക്കുക? നിങ്ങളെ മരണം എങ്ങനായിരിക്കും?
എത്രാമത്തെ വയസ്സിലായിരിക്കും ഞാൻ മരിക്കുക ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇനി മരിച്ചു എന്ന് കൂട്ടിക്കോളെ, മരിച്ചു എന്നുള്ള വാർത്ത വരും, ഇന്ന ആള് മരിച്ചു. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, കുടുംബത്തിന്റെ ഗ്രൂപ്പ്, നാട്ടിലെ ഗ്രൂപ്പ്, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്, സ്കൂൾ ഗ്രൂപ്പിലൊക്കെ നമ്മളൊരു ഫോട്ടോ വരൂലേ, ഏത് ഫോട്ടോ ആയിരിക്കും കൊടുക്കുക, ആ ഫോട്ടോന്റെ താഴെ ഇന്ന ആള് മരിച്ചു, ഫഹീം മരണപ്പെട്ടിരിക്കുന്നു, ജനാസ നമസ്കാരം ഇന്ന സമയത്ത്. ഈ ഗ്രൂപ്പിലേക്ക് ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കൂലേ, നാട്ടിൽ മുഴുവൻ ഈ വാർത്തയായിരിക്കും. നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ കുറെ ആൾക്കാർ സ്റ്റാറ്റസ് ഇടൂലേ നമ്മളെ ഫോട്ടോ. ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് നമ്മളെ വീട്ടിലേക്ക് വരും, അപ്പോഴേക്ക് ആളുകൾ ചോദിക്കാൻ തുടങ്ങും. നമ്മളെ സ്നേഹത്തോട് കൂടിയിട്ട് പല പേരും വിളിച്ച ആൾക്കാർ പിന്നെ എന്താ പറയാ, മയ്യത്ത് എപ്പോഴാ എത്തുക, മയ്യത്ത് എപ്പോഴാ എടുക്കുക, ഇതായിരിക്കും പിന്നെ ആളുകൾ ചോദിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ വീട്ടിലെന്ത് ചെയ്യും, ചെറിയൊരു താർപ്പായ വലിച്ചു കെട്ടും, കുറച്ച് കസാലൊക്കെ എടുത്ത് കൊണ്ടുവരും, DTP തൊട്ടിക്കും, മയ്യത്ത് നമസ്കാരം വൈകുന്നേരം 5 മണിക്ക് താനാളൂർ അങ്ങാടിയിലെ ജുമാ മസ്ജിദിൽ വെച്ച്. ആളുകൾ ഇങ്ങനെ വരാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് ആംബുലൻസ് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നത്. നമ്മൾ ചിലപ്പോൾ അപകട മരണമാവും, ചിലപ്പോൾ സാധാരണ മരണമാവും, ചിലപ്പോൾ കുഴഞ്ഞു പോകുന്നുള്ള മരണമാവും. ഇങ്ങനെയാവട്ടോ ആംബുലൻസ് ഇങ്ങനെ വീട്ടിലേക്ക് വന്ന് ആംബുലൻസ് ഇങ്ങനെ ബാക്ക് അടിച്ച് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ വെക്കും. ആംബുലൻസിൽ നിന്നും നമ്മുടെ മയ്യത്ത് ഇങ്ങനെ എടുക്കും. അപ്പൊ അവിടെ കുറെ ആൾക്കാർ കൂടിയിട്ടുണ്ടാവും. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അവരൊക്കെ ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ടാവും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മളെ കട്ട ചങ്ക്, അവരുണ്ടാവും അവിടെ. അവരിങ്ങനെ കരയാൻ വേണ്ടി തുടങ്ങും. ചില ആൾക്കാരൊക്കെ ടവല് കൊണ്ട് അവരുടെ മുഖം ഇങ്ങനെ പൊത്തിപ്പിടിക്കും. മയ്യത്ത് ഇങ്ങനെ ഇറക്കി വെച്ച് നമ്മളെ പെരയിലെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ കിടത്തി വെച്ചിരിക്കുന്നുണ്ട്. ഒരു വെള്ള തുണിയിട്ട് അത് മൂടിയിട്ടിരിക്കാണ്. ആംബുലൻസ് പോയി. പിന്നെ എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മളെ കാണാൻ വേണ്ടി വരും. നമ്മളെ കാണാൻ വേണ്ടി വരുന്ന എത്ര ആൾക്കാരുണ്ടാവും. അതിന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, പടച്ചോനെ എന്റെ സുഹൃത്ത്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, മരിച്ചുപോയി, പുറത്തു കൊടുക്കണം റബ്ബേ എന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. കുറെ ആളുകൾ ഇങ്ങനെ കാണാൻ വരൂലേ. സ്കൂളിൽ നിന്ന് നമ്മളെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നമ്മളെ ക്ലാസ് ടീച്ചറും കാണാൻ വേണ്ടി വരും. അവിടെ ഡൈനിങ് ഹാളിൽ വെച്ചിരിക്കുന്ന മയ്യത്ത് ഒരു ഭാഗത്ത് കൂടി വന്ന് മറ്റേ ഭാഗത്ത് കൂടി ഇങ്ങനെ കണ്ടുപോരും. അതിൽ ചില ആൾക്കാരൊക്കെ നമ്മുടെ നെറ്റിയിൽ ഒരു ഉമ്മ തരും. കാരണം നമ്മളെ ഉമ്മയെ, നമ്മളെ ഉപ്പയെ, നമ്മളെ വല്യമ്മയെ, നമ്മളായിട്ട് അത്രയും അടുത്ത് ബന്ധമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, നമുക്കൊരു ഉമ്മ തരും. അത്രയും ഹൃദയബന്ധമുള്ളത് കൊണ്ടാ കുറെ ആൾക്കാർ നമ്മളങ്ങനെ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പോകും. ചില ആൾക്കാര് കരച്ചിൽ പിടിച്ചടക്കാൻ കഴിയാതെ പൊട്ടി കരഞ്ഞു പോകും. അവരങ്ങനെ പോകും. പല പല റൂമിലായിട്ട് ഓരോരുത്തർ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും. നമ്മളെ ഉമ്മാനും ഉപ്പാനെയൊക്കെ പലരും ആശ്വസിപ്പിക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകും. കുളിപ്പിച്ചെടുത്ത് കൊണ്ടുവന്നു 3 തുണിയിലാക്കി പൊതിഞ്ഞ് പിന്നെ അവിടെ എന്ത് ചെയ്യും, പള്ളിയിൽ നിന്ന് മയ്യത്ത് കട്ടിൽ കൊണ്ടുവരും. അതിലേക്ക് എടുത്തു വെക്കും. ആലോചിച്ച് നോക്ക്, നമ്മുടെ മയ്യത്തിന്റെ കട്ടിൽ ആരെയിരിക്കും പൊക്കുക? അത് പൊക്കിയിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് നടക്കും. പള്ളിയിലേക്ക് നടക്കുമ്പോൾ എത്ര ആൾക്കാർ ആ മയ്യത്ത് കട്ടിലിന്റെ ബാക്കിൽ നടക്കാനുണ്ടാവും. അത് ഇങ്ങനെ കൊണ്ടുപോകണം. അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കൊണ്ടുപോവാ. ആരായിരിക്കും ആ മയ്യത്ത് കട്ടിൽ പിടിക്കുണ്ടാവുക? അതിന്റെ ബാക്കിൽ ആരായിരിക്കും ഉണ്ടാവുക? പള്ളിയിലേക്ക് എത്തി പള്ളിയിൽ ഇതിങ്ങനെ വെക്കും. പള്ളിയിൽ മുമ്പിൽ മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് പറയും, നമ്മുടെ കൂടെ ജീവിച്ച ഇന്ന കുട്ടിയാണ് മരിച്ചു കിടക്കുന്നത് എന്ന് പറയും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആ മരിച്ചു കിടക്കുന്ന ആളുടെ തെറ്റുകളൊക്കെ പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയും. എന്നിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരാളെന്ത് ചെയ്യും, ഇമാമത്ത് നിൽക്കും. പാപ്പയാണ് മരിച്ചതെന്നുണ്ടെങ്കിൽ മോൻ ഇമാമത്ത് നിൽക്കും. മോനാണ് മരിച്ചെങ്കിൽ ഉപ്പ ഇമാമത്ത് നിൽക്കും. ഇമാമ് നിൽക്കും, നിസ്കരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എത്ര ഫ്രണ്ട്സ് വരും നിസ്കരിക്കാൻ വേണ്ടിയിട്ട്? നമുക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ലേ? നമ്മൾ മരിച്ചാലേ എത്ര ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി വരിക? മയ്യത്ത് നിസ്കാരം 4 തക്ബീറുകളാ. അത് അറിയുന്ന എത്ര ആൾക്കാരുണ്ട്? വെറുതെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈ വെക്കുന്ന ആൾക്കാരാവോ അവര്? അതല്ല, നമുക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാവോ അവര്? വെറുതെ കൈയ്യട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരാവോ? അതല്ല, പഠിച്ചോനെ എന്റെ കൂട്ടുകാരന് തെറ്റോട് പുറത്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാവോ? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. MSMലൊക്കെ പ്രവർത്തിച്ചാളാ മെച്ചാലാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറേ ആൾക്കാർ വരും എന്നുള്ളതാണ്. അവരൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതല്ലെങ്കിലോ നമ്മുടെ കൂട്ടുകെട്ടൊക്കെ മോശമാണെങ്കിലോ മോശം ചെങ്ങായിമാരായിരിക്കും വരിക. ചിലപ്പോൾ മയ്യത്ത് നിസ്കരിക്കൂല. നിസ്കരിച്ചാൽ അവർക്ക് എന്താ ചൊല്ലാന്ന് അറിയില്ല. അത് കഴിഞ്ഞു പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും. ആൾക്കാരൊക്കെ കൂടിയിരിക്കും.
നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കും, മണ്ണിടും, കല്ല് വെക്കും, മണ്ണിടും, ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവരൊക്കെ പിരിഞ്ഞു വരും. നമ്മൾ മരിച്ചു. പേപ്പറിൽ എന്താ വരിക? നമ്മൾ നല്ലൊരു കുട്ടിയാണെങ്കിൽ, നാട്ടിൽ എല്ലാവർക്കും ഉപകാരമുള്ള കുട്ടിയാണെങ്കിൽ എന്ത് വരും? പേപ്പറിൽ വരും, നാടിനെ കണ്ണീരിലാഴ്ത്തി നമ്മുടെ പേര് വെച്ച് അവൻ യാത്രയായി, നമ്മുടെ ഫോട്ടോയും പേരൊക്കെ വെച്ചൊരു റിപ്പോർട്ട് പേപ്പറിൽ വരും. അടുത്ത ദിവസം സ്കൂളിൽ അസംബ്ലി വിളിക്കും. അസംബ്ലി വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യും? നമ്മളെ മരണവിവരം പറയും. ഹെഡ്മാഷും ടീച്ചറും ഒക്കെ സങ്കടപ്പെടും, കരയും അവര്. നമ്മൾ നല്ല കുട്ടികളാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, മരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ മരണത്തിന്റെ മുന്നേ നമുക്ക് കുറെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. എങ്കിലേ എന്ത് കിട്ടുള്ളൂ? നേരത്തെ ജീവിത ലക്ഷ്യമായി പറഞ്ഞ സ്വർഗം കിട്ടുള്ളൂ. കണ്ണു തുറക്കാം, ഇരിക്കാം. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഈ പറഞ്ഞ രംഗം എല്ലാ ആളുകളും, നിങ്ങളും ഞാനും ഒക്കെ അനുഭവിക്കേണ്ട ഒരു രംഗമാണ്, അല്ലേ? ഒരു സംശയമുണ്ടോ? ഒരു സംശയമില്ല, നമ്മളൊക്കെ അനുഭവിക്കേണ്ടതാണ്. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താ നമുക്ക് ബാക്കി ഉണ്ടാവാം? MBBS എന്ന് പറയുന്ന സ്വപ്നം പൂവണിയാതെയാണ് ഫാത്തിമ തസ്കിയ എന്ന് പറഞ്ഞ പെൺകുട്ടി കഴിഞ്ഞ ആഴ്ച വയനാട്ടിൽ വെച്ച് മരിച്ചത്. ഈ കുട്ടിക്ക് 8ാം ക്ലാസ്സിൽ നിൽക്കുന്ന സമയത്താണ് ആ കുട്ടിന്റെ ഉമ്മക്ക് ഒരു രോഗം വന്നത്. ആ രോഗം ഒരു ഡോക്ടർ എന്ത് ചെയ്തു? വിദഗ്ധമായ ചികിത്സ കൊണ്ട് മാറ്റി. അന്ന് ആ കുട്ടിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി, എനിക്കൊരു MBBS ഡോക്ടർ ആകണം, ആളുകളൊക്കെ രക്ഷിക്കുന്ന ഡോക്ടറായിട്ട് മാറണം. ഞാൻ ആ കുട്ടി MBBSന് വേണ്ടി പഠിക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. 5 വർഷം പഠിക്കണം. 3 വർഷമായപ്പോൾ ഈ കുട്ടി വയനാട്ടിലേക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ബൈക്ക് നിയന്ത്രണം വിട്ട് ബൈക്ക് മറിയെ അപകടത്തിൽപ്പെടുകയോ ചെയ്തു. ഫാത്തിമ തസ്കിയ എന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചുപോയി. 23 വയസ്സുള്ളൂ. ഈ ലോകത്ത് നമുക്ക് കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ നമ്മൾ പൂർത്തീകരിക്കും. ചിലപ്പോൾ A+ റിസൾട്ട് വരുന്നതിന് തലേ ദിവസമായിരിക്കും ചിലപ്പോൾ മരിക്കാം. നമ്മൾ മരിച്ചു, റിസൾട്ട് വരും, ചിലപ്പോൾ ഫുൾ A+ ആയിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ മരണപ്പെട്ടു പോകും. നമ്മൾ മരിച്ചാൽ എന്താ പിന്നെ ബാക്കി ഉണ്ടാവുക? നമ്മൾ നേരത്തെ പറഞ്ഞ ജീവിത ലക്ഷ്യമായി പഠിപ്പിച്ച് ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഒരാൾ മരിച്ചങ്ങോട്ട് പോയാൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റുമല്ലോ. നിങ്ങൾ ആലോചിച്ച് കബറടക്കാണ്. പാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് 500 റുപ്യയുടെ നോട്ടങ്ങട്ട് കബറക്കണ്ട് ചാടി. പാപ്പ പറയോ എന്റെ മോനാണ് 500 റുപ്യ അവിടെ നോട്ടെന്ന്? പാപ്പ പറയില്ലല്ലോ. എന്താ പറയാത്തെ? അവിടെ ഒരു കെട്ട് പൈസ കൊണ്ടുപോയിട്ടിട്ടൊന്നുമില്ല, കാര്യമില്ല. 1 ലക്ഷമോ 1 കോടിയോ കൊണ്ടുപോയി കബറിൽ നമ്മുടെ മയ്യത്തിനെ കൂടെ നിറച്ചിട്ട് കാര്യമുണ്ടോ? പൈസ കൊണ്ട് കാര്യമില്ല. ആ പൈസ ദ്രവിച്ചു പോകുന്നല്ലാതെ എന്താ അവിടെ കാര്യമുള്ളത്? നമ്മുടെ കർമ്മങ്ങളാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ലോകത്തെ ജീവിതം കൊണ്ട് കുറെ പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ MSMകാരായി IGMകാരായി അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കണം. ഈ സമയത്ത് നമ്മുടെ ലക്ഷ്യം എന്താവണം? 1 പഠനമായിരിക്കണം, 2 സംഘടനാ പ്രവർത്തനമായിരിക്കണം. ഇത് 2 ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. ഞാൻ 10ാം ക്ലാസ് ആണ്, കുഴപ്പമില്ല, എന്റെ പരിപാടിക്ക് വിളിച്ചോ, ഞാൻ പരിപാടിക്ക് വരാം. +2 ആണ്, കുഴപ്പമില്ല, ഡിഗ്രി ആണ്, കുഴപ്പമില്ല. എന്താണെങ്കിലും ഒരുമിച്ച് സംഘടനാ പ്രവർത്തനവും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റണം. ചില ആൾക്കാരുണ്ട്, ചില കൂട്ടുകാരുണ്ട്, ഞാൻ +2 ആണ്, MBBSന്റെ എൻട്രൻസിന് വേണ്ടി നിൽക്കുകയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആരാ പ്രിയപ്പെട്ടവരെ കണ്ടത്? ആ കുറെ കൊല്ലങ്ങളായി പഠിച്ച ആ MBBSന്റെ പരീക്ഷ അവൻ എഴുതാൻ പറ്റുമെന്ന് ആര് കണ്ടു? തലേന്ന് മരിച്ചു പോയാലോ? ഇനി അതൊന്നും വേണ്ട. തലേന്ന് ഒരു പല്ലുവേദന വന്നു, പരീക്ഷ കൊളാവൂലേ? കൊളാകും. ഒരു പനി വന്നു, ബുദ്ധിമുട്ടാവൂലേ? ബുദ്ധിമുട്ടാകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്റെ തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ പ്രവർത്തിക്കാൻ MSMൽ, അല്ലെങ്കിൽ എന്റെ തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചാൽ മതി പിന്നെ നല്ല പരിപാടിക്കൊക്കെ എന്ന് പറയണ്ട. നമ്മൾ എന്ത് ചെയ്യണം? ഒരേ സമയം നമ്മളെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് 10ാം ക്ലാസ് +2 ഒക്കെ നല്ല മാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അത് MSMലൊക്കെ സജീവമായി പ്രവർത്തിച്ചത് കൊണ്ടാണ്. 10ാം ക്ലാസ്സിൽ 9 A+ എനിക്ക് കിട്ടി, +2 ഫുൾ A+ എനിക്ക് കിട്ടി, കോളേജിൽ അഡ്മിഷൻ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കാണ് അത് ഞാൻ പഠിച്ചോണ്ടോ ഞാൻ പരീക്ഷ എഴുതിയോണ്ടോ മാത്രമല്ല, അത് MSMലും ഇതിലൊക്കെ പ്രവർത്തിച്ചത് കൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചതാണ്. കോളേജിൽ പോയി ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, എനിക്ക് ജോലി കിട്ടി, എല്ലാം അൽഹംദുലില്ലാ ഭംഗിയായിട്ട് പോകുന്നു. അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നു, നമ്മൾ ഇങ്ങനെ കുറെ നന്മകൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം നന്നായിട്ട്, അതേസമയം ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നിങ്ങളുണ്ടാവണം. ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബദർ യുദ്ധം കേട്ടില്ലേ? നമ്മൾ തുടങ്ങിയതോടെ യുദ്ധത്തിന്റെ പേര് പറയാൻ വേണ്ടല്ലേ? ബദർ, ഉഹദ്, ഖന്തക്ക്, ഹുനൈൻ, ഇങ്ങനെ കുറെ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ബദർ യുദ്ധം കൊടുമ്പിരി കൊണ്ടാണ്. 2 കുട്ടികൾ, നമ്മളെ പോലെയുള്ള 2 കുട്ടികൾ ഇങ്ങനെ ഓടി വരികയാണ്. മുആദും മുഅവ്വദും.
അവർ ചോദിക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന സഹാബിയോട്, ഐന അബൂ ജഹൽ, എവിടെയാണ് അബൂ ജഹൽ? ഞങ്ങൾക്ക് അബൂ ജഹലിനെ കൊലപ്പെടുത്തണം. യുവാക്കളായ ഒരു 15-നും 20-നൊക്കെ ഇടയ്ക്ക് പ്രായമുള്ള ഈ രണ്ടാളുകൾ അവർ ഓടുകയാണ്. അപ്പൊ ഇയാള് പറഞ്ഞു, മക്കളെ നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് വരണ്ട, ഇത് വാളുകൾ പാട്ട് പാടുന്ന, തലകൾ ഉരുണ്ട് പറയുന്ന യുദ്ധക്കളമാണ്, നിങ്ങൾ ഇവിടേക്ക് വരണ്ടയില്ല, ചോരച്ചാലൊഴുകുന്ന യുദ്ധക്കളമാണ്. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് റസൂലിനെ ശല്യപ്പെടുത്തുന്ന ഇസ്ലാമിന്റെ ശത്രുവായ അബൂ ജഹലിനെ കൊലപ്പെടുത്തണം. അങ്ങനെ അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഊരിപ്പിടിച്ച വാളുമായി അബൂ ജഹലിനെ കൊലപ്പെടുത്താൻ വേണ്ടി യുദ്ധക്കളത്തിലൂടെ ഓടുകയാണ് നമ്മുടെ പ്രായത്തിലുള്ള മുആദും മുഹമ്മദും. അവരെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ, അബൂ ജഹലിനെ കൊലപ്പെടുത്തണം. ആ ഓട്ടത്തിനിടക്കാണ് ശത്രുവായ ഒരാളെ വെട്ടേറ്റ് മുആദിന്റെ കൈക്ക് വെട്ടേൽക്കുകയാണ്. അങ്ങനെ ചരിത്രം വായിക്കുമ്പോൾ ചരിത്രത്തിൽ പറയുന്നത്, വെട്ടേറ്റ് തൂങ്ങി നിൽക്കുന്ന കൈ. അദ്ദേഹത്തിന് മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഒരു അജണ്ടയുള്ളൂ, എന്താണ്? അബൂ ജഹലിനെ കൊലപ്പെടുത്താം. അത് മാത്രം മനസ്സിൽ ചിന്ത ഉള്ളൂ. പക്ഷെ തന്റെ കൈ വെട്ടേറ്റ് തൂങ്ങി നിൽക്കുമ്പോ അബൂ ജഹലിനെ കൊലപ്പെടുത്തുക എന്ന ആ ലക്ഷ്യത്തിനൊരു പ്രയാസമായി ഈ കൈ വന്നു. അപ്പൊ അദ്ദേഹം പ്രഖ്യാപിച്ചു, പടച്ചോന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ എനിക്ക് തടസ്സം ഈ കൈയാണെങ്കിൽ ആ കൈ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തന്റെ കാൽപാദത്തിന്റെ അടിയിലേക്ക് വെട്ടേറ്റ് തൂങ്ങി നിൽക്കുന്ന കൈ അവിടേക്ക് വെച്ചു. ആ കൈ പിഴുതെറിഞ്ഞു, ആ കൈ ഒഴിവാക്കി അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോയി, മറ്റേ കൈയിൽ വാള് പിടിച്ചു മുന്നോട്ട് പോയി അബൂ ജഹലിനെ കൊലപ്പെടുത്തി അവിടെ മരണപ്പെട്ടു പോകുന്നത്. ഇത് ഇസ്ലാമിക ചരിത്രമാണ്, ഇത് കഥകളല്ല, ചരിത്രമാണ്. അബൂ ജഹലിനെ കൊലപ്പെടുത്തിയത് മുആദാണ് എന്ന ചരിത്രം നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞത്? അതിന് കിട്ടുന്നൊരു ഗുണപാഠമുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. നമ്മളെ MSMന്റെ മീറ്റിങ്ങിന് വന്നതുകൊണ്ടോ മോറൽ സ്കൂളിൽ വന്നതുകൊണ്ടോ ഒരു മാർക്കും നിങ്ങൾക്ക് കുറയാൻ പോണില്ല, ഒരു A+ നഷ്ടമാവാൻ പോണില്ല. ഇങ്ങനെയുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടായാൽ നമുക്കൊന്നും നഷ്ടപ്പെടില്ല. അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. 10ാം ക്ലാസ്സിൽ ഞാൻ ഉറപ്പിച്ചതാണ് ഫിസിക്സിൽ A+ പോകുന്നുള്ളത്. 40-ൽ 36 മാർക്ക് കിട്ടണം, 35 മാർക്ക് കിട്ടണം, നല്ല A+ ഉണ്ടാവുള്ളൂ. കുറച്ച് നല്ല ടൈറ്റ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഉറപ്പാണ് 30 മാർക്ക് 31 മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളത്. റിസൾട്ട് വന്നപ്പോ A+ ഉണ്ട്. അതിന്റെ കാരണം ഒരുപക്ഷെ ക്വസ്റ്റ്യൻ തെറ്റിണ്ടാവും, ആ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. കിട്ടാനുള്ള കാരണം എന്താ? അള്ളാഹുവിന്റെ സഹായമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ മാർഗത്തിൽ ഇറങ്ങണം. പടച്ചോന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ നമുക്കൊന്നും തടസ്സമാവരുത്. നമ്മുടെ പഠനമോ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഈ മാർഗത്തിൽ ഇറങ്ങാൻ തടസ്സമാവരുത്. കുറച്ചു കാലല്ലേ ജീവിതം ഉണ്ടാവുള്ളൂ, കുറച്ചു കാലേ ജീവിതം ഉണ്ടാവുള്ളൂ. ആ ഉള്ള ജീവിതകാലത്ത് നല്ലപോലെ ജീവിച്ച് കുറേ നന്മകൾ ചെയ്ത് സ്വർഗം ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാൻ കഴിയണം. സ്വർഗം എന്ന് പറയുന്ന ലക്ഷ്യം മനസ്സിൽ ഉണ്ടെങ്കിലേ എന്തേയുള്ളൂ ജീവിതം അർത്ഥപൂർണ്ണമാവുള്ളൂ. ഞാൻ അവസാനിപ്പിക്കാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരു തണുപ്പുകാല രാത്രിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കുറെ ആൾക്കാർ വന്നു. അദ്ദേഹം അവരെ സ്വീകരിച്ചിരുത്തി നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ട് ഉറങ്ങാനുള്ള സ്ഥലവും കാണിച്ചു കൊടുത്തു. ഉറങ്ങാൻ നേരത്തെ അവരിങ്ങനെ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, അബൂ ദർദാ നമുക്ക് നല്ല ഭക്ഷണമൊക്കെ നൽകി, പക്ഷെ ഉറങ്ങാനുള്ള പുതപ്പ് നൽകിയില്ലല്ലോ. ആ കാലഘട്ടത്തിൽ നല്ല തണുപ്പായിരുന്നു അവിടെ. അപ്പോ ഇവര് പറഞ്ഞു, ഒരാൾ പറഞ്ഞു ഞാൻ പോയി ചോദിച്ചു നോക്കാം. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങൾ പോയി ചോദിക്കണ്ട, ചോദിച്ച് അദ്ദേഹത്തിനെ പ്രയാസപ്പെടുത്തണ്ട. ഇവര് ഉറങ്ങാൻ കിടന്നു. രാത്രി കുറെ കഴിഞ്ഞപ്പോ ശക്തമായ തണുപ്പ്, അറേബ്യയുടെ കഠിനമായ തണുപ്പിനെ ഒരു നിലക്കും പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അപ്പൊ എന്ത് ചെയ്തു? അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് ആ വിരുന്നു പോയ ആൾക്കാരിൽ ഒരാൾ എന്ത് ചെയ്തു, ഞാൻ പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടുന്ന് എഴുന്നേറ്റ് അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ റൂമിലേക്ക് പോവാണ് പുതപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച, കഠിനമായ തണുപ്പിനെ ഒരു നിലക്കും പ്രതിരോധിക്കാൻ കഴിയാത്ത ചെറിയൊരു നേരിയ തുണിക്കഷ്ണം വിരിച്ച് അതിൽ കിടന്നുറങ്ങുന്ന അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനെയാണ്. അദ്ദേഹം പുതപ്പ് ചോദിക്കാൻ വേണ്ടി പോയതാണ്. അദ്ദേഹം ചോദിച്ചു, അല്ല അബൂ ദർദാ, നിങ്ങൾ ഈ വീട്ടിൽ സ്ഥിര താമസക്കാരനാണ്, ഞങ്ങൾ വിരുന്നുകാരാണ്, ഇന്ന് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, പുതപ്പൊന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് മറ്റൊരു വീടുണ്ട്, ഇവിടെ ഉള്ളതൊക്കെ ആ വീട്ടിലേക്ക് കൊടുത്തേക്കാറാണ് പതിവ്. ഇവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാതിരിക്കില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോളി, ഞങ്ങളിതൊക്കെ മറ്റേ വീട്ടിലേക്ക് കൊടുത്തേക്കാറാണ് പതിവ്. ആ വീട്ടിലേക്കുള്ള യാത്ര അത്ര എളുപ്പമൊന്നുമല്ല കേട്ടോ, കുറെ ദുർഘടമായ പാതകൾ താണ്ടിയിട്ട് വേണം അവിടേക്ക് പോകാൻ എന്ന് പറഞ്ഞു.
ഇവിടെ ഉള്ളതൊക്കെ ഞങ്ങൾ അവിടേക്ക് കൊടുത്തേക്കാറാണ് പതിവ്. താങ്കൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഈ പതിപ്പ് ചോദിക്കാൻ വേണ്ടി വന്ന ആള് പറഞ്ഞു, അതെ അബൂദർദ, എനിക്ക് മനസ്സിലായി. ഏതാണ് ആ വീട്? സ്വർഗമാണ് വീട്. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. എല്ലാം സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കുമായിരുന്നു. ശരീരം മാറ്റിവെക്കുമായിരുന്നു, സമ്പത്ത് മാറ്റിവെക്കുമായിരുന്നു. അവരുടെ സർവ്വതും സ്വർഗത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നവരായിരുന്നു അവർ. ആ പുതപ്പ് ചോദിക്കാൻ വേണ്ടി പോയ ആള് പറഞ്ഞു, ശരിയാ അബൂദർദ, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഒരു സ്വഭാവത്ത് എല്ലാം സ്വർഗത്തിന് വേണ്ടി മാറ്റിവെക്കണം. നമ്മൾ എല്ലാം മാറ്റി വെക്കണം എന്നൊന്നുമില്ല. മറിച്ച് പടച്ചോൻ നമുക്ക് നൽകിയ സമയം, നമുക്ക് നൽകിയ ബുദ്ധി, നമുക്ക് നൽകിയ ശരീരം, നമുക്ക് നൽകിയ കുറെ അനുഗ്രഹങ്ങളുണ്ട്. ഈ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമുക്ക് ചിലവഴിച്ച് അങ്ങനെ ജീവിക്കാൻ കഴിയണം. നമ്മൾ മരിച്ചു പോകുമ്പോൾ കുറെ കർമ്മങ്ങൾ ഉണ്ടാവണം. നമ്മുടെ കർമ്മ പുസ്തകം നിറഞ്ഞിരിക്കണം നന്മ കൊണ്ട്. അങ്ങനെ മരിക്കാൻ കഴിയണം. അതിന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും കൂട്ടായ്മകളും ഒക്കെ ഒരു നിമിത്തമാവട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണം. നിങ്ങൾക്കൊക്കെ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഒരു പുസ്തകം നോട്ടോ പെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രാർത്ഥന, ഒന്നോരോടൊക്കെ പ്രാർത്ഥനകൾ പഠിപ്പിക്കണം എന്നുണ്ടായിരുന്നു. ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടുതൽ സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഓടി നടക്കുന്ന സംഘാടകർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും.